മേശാന്തി, കഴകക്കാരൻ, കാവൽക്കാരൻ എന്നിവയൊഴികെ ക്ഷേത്രത്തിനുള്ളിൽ ആരും കിടന്നുറങ്ങാനും പാടില്ല. ഈ പതിവൊന്നും അറിയാതെ ഒരു രാത്രിയിൽ ഒരു പടുവൃദ്ധ ക്ഷേത്രവളപ്പിനുള്ളിലെത്തി. മാറാരോഗം പിടിപെട്ട് സർവരാലും ഉപേക്ഷിക്കപ്പെട്ടൊരു മന്ദഭാഗ്യായിരുന്നു ആ പാവം. അമ്മേ, വയ്യ, എത്ര നാൾ ഈ വേദന സഹിക്കും? എന്തൊരു നീറ്റ് അമ്മേ. എന്നിട്ട് മാറാൻ വന്നിരിക്കുന്ന സ്ഥലം കൊള്ളാം. കണ്ടോ, മഹാരോഗം എന്നിരിക്കുന്ന ബാക്കിയുള്ളൊരു ശല്യം ചെയ്യാൻ. ഇതിനെയൊക്കെ ഈ അമ്പലം മതിൽക്കെട്ടിനകത്ത് കയറ്റി വിട്ടതാരാ? എഴുന്നേറ്റ് മാറാൻ. നട അടയ്ക്കാറാവുമ്പോഴാണ് ഈ ഭിക്ഷ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഭിക്ഷക്കാരിയല്ല. അല്ലല്ല, കണ്ടാൽ അറിയാമല്ലോ. മതിൽ വെളിയിലേക്ക് കുത്തി വെക്കും. എന്റെ അമ്മ ആർക്കും വേണ്ടാത്ത ഈ കിളവി എങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇവളെ അങ്ങ് വിളിക്കാത്തത്. കഞ്ഞി വേണമെങ്കിൽ എടുത്ത് കുടിച്ചോണം. ശരി, നീ തന്നെ കുടിച്ചു. നിന്നെ പോലെ തന്നെയല്ലേ അവൾ എന്നെയും കരുതിയിരിക്കുന്നത്. നീ കുടിച്ചാലും ഞാൻ കുടിച്ചാലും എന്ന് തന്നെ. അമ്മൂമ്മയ്ക്ക് കൊണ്ടുവന്ന കഞ്ഞി പട്ടി കുടിച്ചല്ലേ? സാരമില്ല മോളെ. അമ്മൂമ്മ അതിനെ ഓടിക്കാത്തതെന്താ? അമ്മൂമ്മ എത്തിയപ്പോഴേക്കും അത് പാതി കുടിച്ചു കഴിഞ്ഞു. ഈ അമ്മ എന്തിനാ കഞ്ഞി വാതുക്കൾ കൊണ്ടുവച്ചത്? അതുകൊണ്ടല്ലേ പട്ടി കുടിച്ചത്? എന്നും നിന്റെ അമ്മ അവിടെയാണ് മോളെ കൊണ്ടുവയ്ക്കുന്നത്. എന്ത് ചെയ്യാ? പോട്ടെ അമ്മൂമ്മ, ഞാൻ പോയി ഇപ്പം വേറെ കഞ്ഞി കൊണ്ടുവരാം. വേണ്ട മോളെ. വേണ്ടേ? അമ്മൂമ്മ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് വിശക്കില്ലേ? അമ്മൂമ്മയുടെ വിശപ്പെല്ലാം കെട്ടുപോയി. അതൊന്നും പറയണ്ട, ഞാനിപ്പോ വേറെ കഞ്ഞി കൊണ്ടുവരാം. വേണ്ട മോളെ, നിന്റെ അമ്മ വഴക്ക് പറയും. എനിക്ക് വെച്ചിരുന്ന കച്ചി കൊണ്ടുവരാം. അപ്പോഴാരും വഴക്ക് പറയുന്നില്ലല്ലോ. ഞാൻ ഇതാ വന്നേച്ചു. പാവം കുഞ്ഞ്. ഇത്ര സ്നേഹമുള്ള ഈ കുഞ്ഞെങ്ങനെ ആ ഭദ്രകാളിയുടെ വയറ്റിൽ പറന്നോ എന്തോ. ഇത് കണ്ടോ മമ്മി, എന്ന പൊടിയരി കഞ്ഞിയും കടുമാങ്ങയും എല്ലാം കുടിച്ചോ? എന്റെ കുഞ്ഞിന്റെ കഞ്ഞിയാണ് ഈ കിഴവിക്ക് കൊണ്ടുവന്നത്. അതിനെന്താ, എന്റെ അമ്മൂമ്മയ്ക്കല്ലേ. കുടിക്കോ മമ്മി? മോടെ അമ്മ അറിഞ്ഞ? ആരറിയില്ല, എനിക്ക് വിളമ്പി വെച്ചിരുന്നതാ. ഞാൻ കുടിച്ചെന്ന് വിചാരിച്ചോളൂ. എന്റെ പൊന്നു മോളെ. അമ്മൂമ്മ കരയാണോ? അല്ല മോളെ, ഇതിന് ഞാൻ എന്ത് പുണ്യം ചെയ്തു എന്ന് വിചാരിച്ചപ്പോ കണ്ണ് നിറഞ്ഞു പോയതാ. കണ്ണ് തുടച്ചിട്ട് കഞ്ഞി കുടിക്കൂ വേഗം. വേണമെങ്കിൽ ഞാൻ കോരി തരാം. വാ പൊളിക്കൂ. വാ പൊളിക്കൂ. വേണ്ട മോളെ. വാ പൊളിക്കാൻ വേഗം. നിങ്ങളുടെ ശിവാഴ്ച ഇവിടെ ഇതിനകത്ത് കയറും നിന്നോട് പറഞ്ഞിട്ടോ? നീ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് വന്നേ? അതിന് നിനക്കെന്താടി? പട്ടി കുടിച്ചെങ്കിൽ പട്ടിണി കിടക്കട്ടെ. സൂചി കഴിഞ്ഞിട്ടല്ലേ പട്ടി കുടിച്ചത്? കഞ്ഞി കൊണ്ട് കൊടുത്താലും പോരാ, അത് കുടിക്കുന്നവരെ മറ്റുള്ളവരെ കാവല് നിൽക്കണം. കാവല് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്തിനു പറയണം? പ്രവൃത്തി കൊണ്ട് കാണിച്ചാൽ പോരെ? കൊണ്ടുവച്ച കഞ്ഞി പട്ടിയെ കൊണ്ട് കുടിപ്പിച്ചു. ഇനി പട്ടിണി കിട്ടുന്ന പരാതി പറയാമല്ലോ. ഞാൻ ആരോടും പരാതി പറഞ്ഞില്ല. ആഹാ, പിന്നെ ഇവളോട് പറഞ്ഞ് കഞ്ഞി കൊണ്ടുവരിച്ചതോ? അമ്മൂമ്മ പറഞ്ഞില്ല, ഞാൻ തനിയെ എടുത്തോണ്ട് വന്നതാ. നിന്നോട് ചോദിച്ചോ അധിക പ്രസംഗം? അവളെ തല്ലില്ലേ? വേണ എന്നെ തല്ലിക്കും. ഒരു കാരുണ്യം. ഇവൾക്കും കൂടി നിങ്ങളുടെ ദീനം പകരട്ടെന്ന് കരുതിയില്ലയോ പിടിച്ചടുത്തിരുന്നത്? എനിക്കറിയാം നിങ്ങളുടെ മനസ്സിരിപ്പ്. മഹാഭാവം പറയല്ലേ.
ദൈവദോഷം കിട്ടും മോളെ. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടല്ലയോ മേലാസകലം പുണ്ണു വന്നത്. എന്നിട്ടും അടങ്ങി ഒതുങ്ങി കിടക്കാതെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തലാ തൊഴില്. ഞാൻ എന്ത് ശല്യം ചെയ്തു? സദാ പിരിവൃത്തിനും ത്യാഗനും ഞാൻ അറിയുന്നില്ലെന്നാണോ വിചാരം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് എന്റെ വീടാ. നിങ്ങളുടെ മോന്റെ ഭാര്യ ആണെങ്കിലും ആരുടെയും ചെലവിലല്ല ഞാൻ കഴിയുന്നത്. അന്തസ്സായിട്ട് ജോലി ചെയ്താ ജീവിക്കുന്നത്. ഞാനും അന്തസ്സായിട്ട് ജീവിച്ചവള് തന്നെ. ഓ, നിങ്ങളുടെ ഒരു അന്തസ് ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വേണ്ട, എന്നെ കൂടൊന്നും പറയക്കണ്ട. ഇനി ഈ മുറിക്കകത്ത് കയറി എന്നിട്ട് കാര്യം ഞാൻ തട്ടി ഓടിക്കും. ഈ വൃത്തിയാണ് സ്ഥലം നിനക്ക് എങ്ങനെ തോന്നിയടി? വൃത്തികെട്ടവളെ കുളിക്ക്. എന്റെ ദേവി, എന്തെല്ലാം കണ്ടാലും കേട്ടാലും ഈ ജന്മം ഒടുങ്ങുപോയല്ലോ. അമ്മ എടുത്ത് പോതിന് അമ്മ എന്നെ അടിച്ചു. അമ്മയ്ക്ക് ദീനമല്ലേ? ദീനം പിടിച്ചവർ തടുത്തു പോയാൽ അത് പകരില്ലേ? എനിക്കും ദീനം പിടിച്ചാൽ അച്ഛനും അമ്മയും എന്റെ അടുത്ത് വരൂല്ലേ? അത് പിന്നെ വരൂല്ലേ? അപ്പൊ പിന്നെ അമ്മമ്മ എടുത്ത് പോയാലെന്താ? പാവം അമ്മമ്മ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ആ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുട്ടത്ത് കിടക്കുക. ആരും അടുത്ത് ചെല്ലില്ല. ഞാൻ ചെല്ലുമ്പോൾ അമ്മമ്മയ്ക്ക് എന്ത് സന്തോഷമാണെന്നോ. പക്ഷെ അവിടെ ചെല്ലാൻ പാടില്ലെന്നാ അമ്മ പറയുന്നത്. അമ്മ പറയുന്ന അനുസരിക്കുന്ന മോളെ, നല്ല കുഞ്ഞുങ്ങള് അങ്ങനെയാണ്. എങ്കിൽ പിന്നെ അച്ഛൻ ചീത്ത കുഞ്ഞാണോ? അച്ഛന്റെ അമ്മയിലെ അമ്മമ്മ. അമ്മമ്മ പറയുന്നത് അച്ഛൻ അനുസരിക്കാത്തതെന്താ? അതെ, പിന്നെ അമ്മമ്മ എപ്പോഴും അച്ഛനെ വിളിച്ചിട്ടും അച്ഛൻ അടുത്ത് പോകാത്തത് എന്താ? അമ്മമ്മയുടെ അടുത്തിരുന്ന് ചോറും കഞ്ഞി കഴിക്കാത്തത് എന്താ? അമ്മമ്മ ഈ വീട്ടിൽ താമസിപ്പിക്കാത്തത് എന്താ? മോളെ, അമ്മമ്മയുടെ മേല് മുഴുവൻ പുണ്ണല്ലേ, അതുകൊണ്ടല്ലേ വെളിയിലത്തെ മുറിയില്. എനിക്ക് പുണ്ണ് പിടിച്ചാലും ഇതുപോലെ വെളിയിൽ ഒറ്റയ്ക്ക് കിടത്തുമോ അച്ഛാ? വേണ്ടാത്തതൊന്നും പറയരുത് മോക്ക്. ഇപ്പൊ ഇതൊന്നും മനസ്സിലാവുകയില്ല. പോ, അപ്പുറത്ത്. എനിക്ക് എല്ലാം അറിയാം അച്ഛാ. പാവം അമ്മമ്മ എപ്പോഴും കരഞ്ഞു കരഞ്ഞു കഴിയുക. അത് കാണുമ്പോൾ എനിക്കും കരച്ചിരുന്നു. അച്ഛനെങ്കിലും അമ്മമ്മ അടുത്ത് പോയി സമാധാനിപ്പിക്കണം. നല്ല അച്ഛനല്ലേ? അതെ അതെ, നല്ല അച്ഛൻ. ഓഫീസിൽ പോകണ്ടേ? ഞാൻ മോളെ കൊണ്ടിട്ടെല്ലാം ജോലി വെള്ളത്തിലാവുമേ. നോക്ക്, ഞാൻ ഓഫീസിൽ നിന്ന് മടങ്ങി വരുന്നവരെ നിന്റെ മുറിയിൽ തന്നെ ഇരുന്നോണം. പള്ളിക്കുടം ഇല്ലാഞ്ഞെന്താ വല്യമ്മയുടെ കഥയും കുഞ്ഞാറും കേൾക്കാൻ പോയാലുണ്ടല്ലോ, അടിച്ച് ഞാൻ തൊടയുടെ തൊലി ഞാൻ വിളിക്കും. പറഞ്ഞേക്കാം. മീനാക്ഷി, ഞാൻ ഇറങ്ങാ. ആ കിഴവിക്ക് ഉച്ചയ്ക്ക് വല്ലതും കൊടുത്തേക്കണേ. അല്ലേ കിടന്ന് പ്രാകും. ഓരോ ദുരിതങ്ങളും വന്ന് കേറിക്കോളെ ശല്യം ചെയ്യാൻ. ഓടിയോട്ടെ. എന്തൊരു കൊടും തണുപ്പ്! ഈ തണുപ്പത്തും മഴയത്തും നനഞ്ഞൊലിച്ച് രാത്രി എങ്ങനെ കഴിച്ചു. നീണ്ടു നകർന്ന് കിടക്കാൻ പോലും നിവൃത്തിയില്ല. എന്തൊരു തലേനെഴുത്ത്! അമ്മമ്മേ, ഞാനമ്മമ്മേ. എന്ത് മോളാ? മോളെന്തിനായി മഴയത്ത് വെട്ടത്ത് ഇങ്ങോട്ട് വന്നത്? മോടെ അമ്മ കണ്ട? അമ്മ അച്ഛൻ നല്ല ഉറക്കമാ. ഞാൻ പതുക്കെ എഴുതിട്ട് വന്നതാ. എന്തിന്? അമ്മമ്മ ഉറങ്ങാന്ന് നോക്കാൻ. ഉറങ്ങാനും? ഇതിനകത്ത് കിടന്നുറങ്ങാനും? അയ്യോ, ഇവിടെ മുഴുവൻ വെള്ളമാണല്ലോ. മോളെ തണുപ്പത്ത് നിൽക്കാതെ വേഗം പോ. അമ്മമ്മ ഈ തണുപ്പിൽ എങ്ങനെ കിടക്കും? അമ്മൂമ്മയ്ക്ക് എന്ത് തണുപ്പ് മോളെ! മുഴുവൻ തണുത്ത് മരവിക്കാൻ കാത്തിരിക്കുകയല്ലേ. എന്റെ മോള് വേഗം പോ. അമ്മമ്മ എന്റെ കൂടെ വരണം. എവിടെ? എന്റെ മുറിയിൽ കിടക്കാൻ. അയ്യോ വേണ്ട, അമ്മൂമ്മ ഇവിടെ കിടന്നോളാം. അമ്മമ്മ ഈ തണുപ്പത്തിൽ കിടന്ന ദീനം കൂടും. നന്ദി. വേണ്ട മോളെ, അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പാടില്ല. എന്റെ മുറിയിലേക്കല്ലേ വിളിക്കുന്നത്? അവിടെ ആരില്ല. നമുക്ക് ഒരുമിച്ച് എന്റെ കട്ടിൽ കിടക്കാം. വരുന്നേ. വേണ്ട മോളെ, ഞാൻ വരില്ല. ഞാൻ വിളിച്ച വരൂല്ലേ? ഇല്ല, എന്തായാലും ഞാൻ വരില്ല. എന്നാ ഞാൻ ഇവിടെ നിന്ന് പോയില്ല. അമ്മമ്മ വരില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും. അരുത്, എന്റെ മോള് പോയി മോടെ മുറിയിൽ കിടക്ക്. അമ്മമ്മ വരാൻ ഞാൻ പോയില്ല. നല്ല മോളെ, അമ്മൂമ്മ പറയുന്നത് കേട്ടു. ഓ, അമ്മൂമ്മ ഇവിടെ കിടന്നോളാം. ഒക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അമ്മമ്മ എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും. എന്റെ ദേവി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയാം, എന്റെ കൂടെ വരാം.
കട്ടിൽ കിടക്കും. തണുപ്പ് വേഗം മാറും. എന്റെ മോളെ കിടക്കുന്നേ. അമ്മേ. ഇപ്പൊ മനസ്സിലായോ സ്വന്തം അമ്മച്ചിയുടെ സൂത്രം? എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനെ പറഞ്ഞ് മഴയ്ക്ക് അവിടെ മുറി കിടക്കാൻ വന്നിരിക്കുക. അയ്യോ അല്ല, ഇന്ദുമോള് നിർബന്ധിച്ച്. അവളെ നിർബന്ധിച്ചാലും അമ്മയ്ക്ക് അല്പമെങ്കിലും പകരു വേണ്ടേ? ഏകമാസകലം പുണ്ണ് പിടിച്ച അമ്മ ഈ കുഞ്ഞിന്റെ കൂടെ കിടക്കാമെന്ന് കരുതിയത് കുറെ കൂടി പോയി. എടാ മോനെ, എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ എന്ത് ചെയ്യും? ഇമാതിരി അനാവശ്യം കാണിച്ച പറയാതെ പറ്റുമോ? അമ്പേ, തൻ കാര്യത്തിനൊരു അതിരില്ലേ? ഈ കുഞ്ഞിന് ദീനം പിടിച്ചാലും വേണ്ടിയില്ല, സ്വന്തം കാര്യം നടക്കണം. ചുമ്മാതല്ല വേലാസകലം മിണ്ട് കീറിയത്. എന്റെ ദേവി, നീ ഇതെല്ലാം കേൾക്കുന്നില്ലേ? ഓ, ഒരു ദേവീഭക്ത. ഇടി അതേ പ്രസംഗി ആര് പറഞ്ഞത് ഇതിനോടെ കണ്ടാൽ അടക്കുന്നതിനെ പിടിച്ച് മുറിക്കാത്ത കയറ്റാൻ? അത്ര കായോ? അമ്മൂമ്മ, നീയും പുണ്ണു പിടിച്ച് കിടക്കുന്ന കാണാൻ കൊതിക്കുന്ന അമ്മൂമ്മ. നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും ഇനി അങ്ങനെ വിളിച്ചാൽ. എടാ, നീ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുവാണ്. പെരുകളെ പഴിക്കുന്ന കേട്ട് നിൽക്കുന്ന നീയാണോടോ പുരുഷൻ? അവള് പറയുന്ന കാര്യമല്ലേ? അമ്മയ്ക്കോ മഹാരോഗം പിടിവന്നു, ഈ കുഞ്ഞിനും അത് പകരണമെന്ന് കരുതി. ഞാനോ? ഞാൻ കരുതിയിരുന്നു നിന്റെ നാക്കിൽ ഇത് കേൾക്കേണ്ടി വരുമെന്ന്. ഞാൻ കരുതിയില്ല മോനെ, അശേഷം കരുതിയില്ല. മതിയട, ഇനി എന്നെ കൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ പോവാ. എങ്ങോട്ടാണോ എന്താ പോകുന്നത്? എങ്ങോട്ടായാലും ഓ, അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ ആരെയും പേടിപ്പിക്കാൻ, ആരെയും പേടിക്കാതെ ആയുസ് കൊടുക്കണമെന്നേ ഉള്ളൂ. അമ്മേ, വാശി പിടിച്ച് മടത്തരൊന്നും കാണിക്കരുത്. ഞാൻ മണ്ടിയാടാ. പെറ്റ മകനെങ്കിലും സ്നേഹം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച മണ്ടി. ഇനി ആ മണ്ടത്തരം പറ്റില്ല. അങ്ങോട്ട് പോട്ടെന്നേ, എവിടെ വരെ പോകുമെന്നറിയാമല്ലോ. ചുടലപ്പറമ്പ് വരെ. തൃപ്തിയായില്ലേ? ഇല്ലടാ, ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കണം. എന്റെ പൊന്നുമോള് നന്നായിരിക്കും. അമ്മൂമ്മ പോട്ടെ. അമ്മേ, അമ്മേ, ഒന്നും മിണ്ടാതിരിക്കുന്നേ. കുറച്ചു നേരം പോയിട്ട് ഇങ്ങ് വരും. ആരും പിറകെ ചെന്നില്ലെന്നുണ്ടെങ്കിൽ താനെ മടങ്ങി വരും. ഓണായ ഇച്ചിരി ചോണ വേണ്ടേ? ആ കിഴവിക്ക് അത്ര വാശി പാടില്ലല്ലോ. പോയേച്ച് വരട്ടെന്നേ. നിങ്ങളൊന്ന് കിടക്ക്. പടി, നീ കിട. പഞ്ചവാദ്യമോ? ഈ പാതിരയ്ക്ക് അടച്ചിട്ട് അമ്പലത്തിനകത്തിരുന്ന് പഞ്ചവാദ്യം വായിക്കുന്നതാര്? അല്ല, ഇരുന്ന് ഉറങ്ങുകയാണ്. കയറി കിടക്കാൻ കൂരയില്ലാത്ത ഈ കഴിവ് പിന്നെന്ത് ചെയ്യും? എങ്കിലും പെരുനിലത്തിലിരുന്നാൽ വേദനിക്കില്ലേ? തീരാവേദന തിന്നു കഴിയുന്ന ഇതൊരു വേദനയും. ഏതായാലും ഇവിടെ ഇരിക്കട്ടെ, എഴുന്നേൽക്കണം. എന്തിനാ? ആ കൂട്ടുപുരയിൽ കിടക്കാം. വേണ്ട മോളെ, ഈ കഴിവ് എവിടെങ്ങാനും ഇരുന്ന് നേരം വെളുപ്പിച്ചോളാം. പാടില്ല. രാത്രി ആ സമയത്ത് ഇവിടെ ആരും കിടക്കാറില്ല. അതെന്താ? ആർക്കും ധൈര്യമില്ല. ഓ, പിശാചിനെയും പേയും പേടിച്ചായിരിക്കും ചാകാൻ നോമ്പ് നോറ്റിരിക്കുന്ന ഈ കിളവി. ഏത് പേയെ പേടിക്കാനാ മോളെ? ഏതായാലും ആ ഊട്ടുപുരയിൽ പോയി കിടക്കാം. ഞാനും കൂടെ വരാം. മോൾ ഇതിനകത്തുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ വന്നത്. മോളെ, ഒരു സംശയം. ഈ നടുപ്പാതിരയ്ക്ക് അകത്ത് പഞ്ചവാദ്യം വായിക്കുന്നത് എന്തിനാ? അതൊക്കെ അമ്മ എന്തിനറിയണം? അങ്ങനെ പലതും ഇവിടെ നടക്കും.
അതും ശരിയാ. ഈ കിഴവ് എന്തിനിതെല്ലാം അറിയണം? ആകട്ടെ, ഈ നിലയിൽ അമ്മ തനിച്ചിവിടെ വന്നതെന്താ? അമ്മയ്ക്ക് ആരുമില്ലേ? ഉണ്ടായിരുന്നു. ഈ ദീനം വന്നതോടെ എല്ലാരും വിട്ടേച്ചു പോയി. അയ്യോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മേലാ സകലം നിണ്ട് കയറി അവിടെ അടുത്തു വരും. ആരും അടയ്ക്കും. കുഞ്ഞിനറുപ്പ് തോന്നുന്നില്ലേ? ഇതിനേക്കാൾ എത്രയോ ഭയങ്കര രോഗങ്ങൾ ദിവസവും കാണുന്നവരാണ്. ആഹാ, ഇവിടെ ഒരുപാട് രോഗികൾ വരുന്നുണ്ടായിരിക്കും. വേദനിക്കുന്ന വളരെ പേർ വരാറുണ്ട്. വേദന മാറിപ്പോകാറുമുണ്ട്. അമ്മയുടെ വേദനയും മാറിയില്ലെന്ന് ആരറിഞ്ഞു? ഓ, ഈ ജന്മം ഇത് മാറില്ല മോൾ. എന്താണ് ഇത്ര നിശ്ചയം? എന്തെല്ലാം മരുന്ന് കഴിച്ചു, എവിടെയെല്ലാം പോയി പ്രാർത്ഥിച്ചു, എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഇവിടെ ഇപ്പോഴെന്നെ വരുന്നത്? വന്നതല്ല മോൾ, അലഞ്ഞലഞ്ഞ് ഇവിടെ എത്തിയത്. ആട്ടെ, മോൾ ഇവിടെ ഭജനം പാർക്കുവാണ്. ഒരു കണക്കിന് ഭജനം പാർക്കുക തന്നെ. എത്ര നാളായി വന്നിട്ട്? വളരെ കാലമായി. വളരെ കാലമായി. ഇത്രയും കാലം ഇവിടെ താമസിച്ചതെന്താ? ഇതുപോലെ ഇവിടെ വരുന്നവർക്ക് വേണ്ട സഹായം നൽകും. അത് ശരിയാ. അല്ലെങ്കിൽ ഈ പാതിരായിക്ക് ഈ കിഴവിയെ ഊട്ടുവരെ കയറ്റിക്കിടത്താൻ പാടുപെടും. ഇവിടെ സ്വൈര്യമായി കിടന്നോളൂ. മോളെ, തുള്ളി വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. വല്ലാത്ത ദാഹം. അതിനെന്താ? ഇതാ, ഇഷ്ടം പോലെ കുടിക്കണം. ദാഹവും ക്ഷീണവും എല്ലാം മാറും. ഉള്ളിലൊരു തണുപ്പ്. ഇനി കിടന്നോളൂ. എന്ത് കേട്ടാലും എഴുന്നേൽക്കുക. കണ്ണു തുറന്ന് നോക്കരുത്. ഈ കിഴവ് ഇതിനകത്ത് എങ്ങനെ വന്നു കയറി? ഇന്നലെ പകലങ്ങാനും കയറി കിടന്നതായിരിക്കും. ഇന്നലെ സന്ധ്യക്ക് ഞാൻ ഈ ഊട്ടുപുര കൂട്ടുപൊളിച്ചിനകത്ത് ആരുമില്ലായിരുന്നു. കേറി കേറി എണീക്കാൻ എണീക്കാൻ. എന്റെ ദീനമെല്ലാം മാറിയോ? ദീനം ആക്ക്? എനിക്ക് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വരുമ്പോ എന്റെ ദേഹത്തെല്ലാം പുണ്ണായിരുന്നു. അമ്പലനടയിൽ ഇരുന്ന എന്നെ തങ്കം പോലുള്ളൊരു പെണ്ണ് ഇവിടെ പിടിച്ചുകൊണ്ടൊന്ന് കിടത്തി കുടിക്കാൻ വെള്ളം തന്നു. അത് കുടിച്ചുകൊണ്ട് കിടന്ന എന്റെ ദീനമെല്ലാം ഒരു രാത്രി കൊണ്ട് മാറിയോ? ഇതൊന്നും മായ. അമ്പേ നാരായണ. മഹാമായയുടെ ദീനം. അമ്മേ, ഇന്നലെ രാത്രി അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് സാക്ഷാൽ ചോറ്റാനിക്കര അമ്മ തന്നെയാണ്. കരുണാമയിയായ ആ ദേവി തന്നെയാണ് അമ്മയുടെ രോഗം മാറ്റിയത്. എന്റെ ദേവി, ഈ ഏഴയിൽ കാരുണ്യാമൃതം ചൊരിഞ്ഞ കൽപ്പകവല്ലി. ഇന്നു മുതൽ ഇവൾ അവിടുത്തെ ദാസി. ഈ തിരുസന്നിധി വിട്ട് ഇവൾ ഇനി എങ്ങോട്ടും പോകില്ല. അമ്പേ നാരായണ. തലമുറകളിലൂടെ പകർന്നു പോന്ന ഈ കഥകൾ കേവലം കെട്ടുകഥകളാക്കി പരിഷ്കാരികൾ പുച്ഛിച്ചേക്കും. എന്നാൽ ഈ അടുത്ത കാലത്തായി ഇതുപോലെ അത്ഭുതകരങ്ങളായ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഉറങ്ങാൻ ധൃതിയില്ലെങ്കിൽ പറയാം. ഉറങ്ങാനും ദേവിയുടെ അവദാനങ്ങൾ കേൾക്കുന്നതിൽ പരം പരമാനന്ദം വേറെ എന്തുണ്ട്? സ്വാമി പറഞ്ഞാൽ